കഴിഞ്ഞ വളരെ ആഴ്ചകളിലായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ കേട്ടു വന്നിരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ്. നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിന്. അവസാനമായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പങ്കുവെച്ച വചനം ഗലാത്യർക്ക് ലേഖനം 3-ാമത്തെ അധ്യായം 3-ാമത്തെ വചനമായിരുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: Are you so foolish, having begun in the spirit, are you now being made perfect by the flesh? That is, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആ ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മുടെ ഒരു ക്രിസ്ത്യ ജീവിതം തുടങ്ങിയിട്ട് നമ്മൾ കാലം മാറിക്കഴിയുമ്പോൾ, അല്ലെ കുറച്ച് നാൾ കഴിയുമ്പോൾ, നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ ആശ്രയിക്കുന്നതിന് പകരം നമ്മൾ ജഡത്തെയാണോ ആശ്രയിക്കുന്നത്? അങ്ങനെയുള്ളവരെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഭോഷന്മാരാണെന്ന്. ദേ ആർ ഫൂളിഷ്. ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? ഹല്ലേലൂയ. കാരണം ദൈവത്തിൻ്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 63-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു സത്യമാണ്. ഇത് നമ്മൾ പല പ്രാവശ്യം കേട്ടതാണ്, പക്ഷെ കേൾക്കണം. The flesh profits nothing. It is a spirit that gives life. The words that I speak to you, they are spirit and they are life. അപ്പോൾ നമ്മുടെ ജഡം നമ്മൾക്ക് ഒന്നിനും പ്രയോഗിക്കുകയില്ല. ആത്മാവാണ് നമ്മൾക്ക് ജീവൻ തരുന്നത്. നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്ക് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഈ വചനങ്ങൾ നിങ്ങൾ ഏറ്റെടുത്താൽ മതി, അത് വിശ്വസിച്ചാൽ മതി. ദൈവത്തിൻ്റെ ജീവൻ നിങ്ങളിലേക്ക് പകർന്നു വരും. കാരണം ജീവൻ വചനം വഴിയാണ് വരുന്നത്. ജീവൻ, ബിക്കോസ് ദൈവത്തിൻ്റെ വചനം പറയുന്നു വഴിയും സത്യവും ജീവനും ഞാനാണ്. ആരാണ്? യേശുവാണ്. അപ്പോൾ യേശുവിനെ എപ്പോൾ നിങ്ങൾ സ്വീകരിക്കുന്നു, നിങ്ങൾ എന്താണ് സ്വീകരിക്കുന്നത്? ജീവനെ തന്നെയാണ് സ്വീകരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ജീവനെ സ്വീകരിക്കുന്നത്? 1 പത്രോസ് 1-ാമത്തെ അധ്യായം 23-ാമത്തെ വചനം പറയുന്നുണ്ട്: Having been born again, not of corruptible seed, but incorruptible, through the word of God which lives and abides forever. And I should add, in you. Why yes? 1 Peter 1:23. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്നാണ്. ആരൊക്കെ ഇവിടെ വീണ്ടും ജനിച്ചവരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ജനിക്കണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിനു മുമ്പ് ഒരു മരണം സംഭവിക്കണം. മരണം സംഭവിക്കാതെ വീണ്ടും ജനിക്കാൻ പറ്റുകയില്ല. ഒരാൾക്ക് 2 ജീവൻ ഉണ്ടാകുകയില്ല. അതൊക്കെ പൂച്ചയ്ക്കും പട്ടിക്കൊക്കെയാണ് പറയുന്നത് 9 ജീവനൊക്കെ ഉണ്ടെന്ന്. ഹല്ലേലൂയ. പക്ഷെ മനുഷ്യന് 1 ജീവനേ ഉള്ളൂ. നമുക്ക് വീണ്ടും ജനിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മരണം സംഭവിക്കണം. റോമർക്ക് ലേഖനത്തിൽ പറയുന്നത്, നമ്മൾ അവനോട് സാദൃശ്യമായ ഒരു മരണത്തിൽ നമുക്ക് പങ്കാളിത്തമുണ്ടെങ്കിൽ, അവനോട് സാദൃശ്യമായ ഒരു മരണത്തിൽ എനിക്കും നിങ്ങൾക്കും പങ്കാളിത്തമുണ്ടെങ്കിൽ, എനിക്കും നിങ്ങൾക്കും അവനോട് സാദൃശ്യമായ ഒരു ഉയർപ്പിലും പങ്കാളിത്തമുണ്ട്. ഹല്ലേലൂയ. അതാണ് പുതിയ ജീവൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ബീയിങ് ബോൺ അഗൈൻ. പ്രിയപ്പെട്ടവരെ, ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 3-ാമത്തെ വചനത്തിലും 5-ാമത്തെ വചനത്തിലും യേശു ക്രിസ്തു എന്നെ വളരെ പറഞ്ഞിട്ടുണ്ട്: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, അതിൽ സംശയമൊന്നുമില്ല. നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം കാണുക പോലുമില്ല. നിങ്ങൾ ആത്മാവിലും ജലത്താലും ജനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയില്ല. നിങ്ങൾ ഈ ലോകത്തിൽ വളരെ മാന്യനായിരിക്കും. നിങ്ങൾ വളരെ നല്ലൊരു ജീവിതം നയിച്ച് കാണുമായിരിക്കും. നിങ്ങൾ നല്ല സൽപ്രവർത്തികൾ ചെയ്ത് കാണുമായിരിക്കും. സമൂഹത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ഏറ്റവും നല്ല ശ്രേഷ്ഠമായ ഒരു പൗരനായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിലേക്കും ജീവനിലേക്കും പ്രവേശിക്കുവാനുള്ള അവകാശമില്ല. കാരണം ആ അവകാശം എങ്ങനെയാണ്? നിങ്ങൾ വീണ്ടും ജനിച്ചവരായിരിക്കണം. Are you with me? You may be the best man on earth. You may be the most charitable man on earth. You may be the greatest philanthropist on earth. But it will not avail your entry into the kingdom of God. Your entry into the kingdom of God is determined by just one fact: are you born again? And if you are to be born again, you have to die once at the cross at Calvary with Jesus Christ. That is the only way, my dear brother, my dear sister, that you can be born again. And then you will be able to say, I am born of an incorruptible seed. That is Jesus Christ. That is a seed which is talked of in നമ്മൾക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 14-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്: വചനം മാംസമായി നമ്മുടെ മധ്യേ വസിച്ചു. The word became flesh and dwelt amongst us. പ്രിയപ്പെട്ടവരെ, അതേ വചനമാണ് നിങ്ങളിൽ it will bear fruit. അത് വചനം നിങ്ങളിൽ it will bear fruit in you. മാംസമായി അത് നിങ്ങളുടെ മധ്യേ ആ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. പക്ഷേ ആ വചനം നിങ്ങൾ ഉൾക്കൊള്ളണം പ്രിയപ്പെട്ടവരെ. വചനമാണ് നമുക്ക് ജീവൻ തരുന്നത്. അല്ലാതെ ഒരു വ്യക്തിക്കും, ഒരു സഭയ്ക്കും, ഒരു പാസ്റ്ററിനും, ഒരു സമൂഹത്തിനും, അല്ലെ ഒന്നിനും, ഒരു സംവിധാനത്തിനും നിങ്ങൾക്ക് ജീവൻ തരാൻ പറ്റുകയില്ല. നിങ്ങൾക്ക് ജീവൻ തരാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി, അവൻ്റെ നാമമാണ് യേശു ക്രിസ്തു.
He is life. He is a personification of life. അവനാണ് ജീവൻ. ഹല്ലേലൂയ. അതുകൊണ്ട് 25-ാമത്തെ വചനം നോക്കിയേ. But the word of the Lord endures forever എന്നാണ് 1 പത്രോസ് ഹല്ലേലൂയ 1-ാമത്തെ അധ്യായം പറയുന്നത്. ഇഷ്ടൊന്ന് വായിച്ചേ. 1 Peter 1:25. പൂക്കൾ കൊഴിഞ്ഞു വീഴും. 1 Peter 1:25. എന്നാൽ കർത്താവിന്റെ വചനം നിത്യം നിലനിൽക്കുന്നു. നിത്യം നിലനിൽക്കുന്നു. ഇന്ന് പ്രിയപ്പെട്ട ജഡം എന്ന് പറയുന്നത് നശിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. എവറിത്തിങ് ഈസ് കെപ്റ്റ് പ്രിസർവ്ഡ് ഫോർ ഡിസ്ട്രക്ഷൻ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നമ്മൾ ജഡത്തിലാണോ ആശ്രയിക്കുന്നത്? നമ്മൾ മനുഷ്യനിലാണോ ആശ്രയിക്കുന്നത്? ലോകത്തിന്റെ ചില കാര്യങ്ങളിലാണോ നമ്മൾ ആശ്രയിക്കുന്നത്? അതോ അതിനുപരി ഹല്ലേലൂയ ഇൻകറപ്റ്റബിൾ സീഡായ ദൈവത്തിന്റെ വചനത്തിലാണോ നമ്മൾ ആശ്രയിക്കുന്നത്? ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന്റെ വചനം എൻഡ്യൂർസ് ഫോറെവർ. അതിന് അവസാനമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് ആകാശവും ഭൂമിയും മാറിപ്പോകും, എങ്കിലും എൻ്റെ വചനം മാറുകയില്ല. ഹല്ലേലൂയ. ബിക്കോസ് വചനം യേശു തന്നെയാണ്. യേശു തന്നെയാണ്. യേശുവിന് മാറ്റമില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. 26-ാമത്തെ വചനം പറയുന്നത് Now this is the word which by the gospel was preached to you. ഇന്ന് നിങ്ങളും കേൾക്കുന്ന അതേ വചനമാണ്, മാറാത്ത വചനം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദാനമാകുന്ന വചനങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വചനം നിങ്ങൾ മുറുകെ പിടിക്കണം. അതാണ് നിങ്ങളെ എന്ത് ചെയ്യും? നിങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിക്കും, നിങ്ങളെ ചെങ്കടലിൽ നിന്ന് കടത്തും, നിങ്ങളെ ആ മരുഭൂമിയിലൂടെ കൊണ്ടുപോയി ജോർദാൻ നദിയിൽ കിടത്തി നിങ്ങൾ ദൈവം വാഗ്ദാനം ചെയ്ത് വിശ്രമത്തിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. അതിന് ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ കഴിവുള്ളൂ. ഒരു വ്യക്തിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങളെ ആ ദൈവം വാഗ്ദാനം ചെയ്ത് വിശ്രമത്തിലേക്ക് കയറ്റാൻ പറ്റുകയില്ല. കാരണം ഹെബ്രായർക്കുള്ള ലേഖനം 4-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. 1-2 വായിച്ചേ. ഹീബ്രൂസ് 4:1-2. അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വിശ്രമം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇസ്രായേൽ ജനത്തിലുള്ള ആ കാനാൻ ദേശം, ആ കാനനൈറ്റ്സിനെയൊക്കെ ഓടിച്ച് കളഞ്ഞു പോയ ആ ഫിസിക്കൽ ഒരു ലാൻഡ് അല്ല. ഇന്ന് വിശ്രമം എന്ന് പറയുന്നത് നമ്മൾ യേശു ക്രിസ്തുവിനും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടി നിത്യത ചെലവഴിക്കുന്നതാണ് വിശ്രമം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പറ. അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം. എന്തുകൊണ്ട് അങ്ങനെ കാണപ്പെടാത്ത ചില ഒരു കൂട്ടരുണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? അടുത്ത വചനം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചില വ്യക്തികൾക്ക് വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല? വിശ്രമത്തിന്റെ വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം മാറാത്ത വാഗ്ദാനമാണ്. പക്ഷേ ആ വിശ്രമത്തിലേക്ക് ചില വ്യക്തികൾ പ്രവേശിക്കുകയില്ല. പ്രിയ സഹോദര സഹോദരി, ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് നരകത്തിൽ പോയി പിശാചിന്റെ കൂടെ നിത്യത ചെലവഴിക്കാനല്ല. അതിനുപരി യേശു ക്രിസ്തുവിന്റെയും പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെ കൂടെ നിത്യത ചെലവഴിക്കാൻ വേണ്ടിയാണ് ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ ആ വിശ്രമം, ആ നിത്യത ദൈവത്തിന്റെ കൂടെ ആകാതിരിക്കാൻ പറ്റും എങ്ങനെ? വായിച്ചേ. അവർക്ക് എന്ന പോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. അപ്പൊ സുവിശേഷം പലതരത്തിലാണോ ലഭിക്കുന്നത്? അല്ല. നിങ്ങളിപ്പോൾ കേൾക്കുന്ന വചനം എല്ലാവരും ഒരേ വചനമാണ് കേൾക്കുന്നത്. അല്ലാതെ ചിലവർ ഒരു തരത്തിലും വേറെ മറ്റു തരത്തിലല്ല. പക്ഷെ വ്യത്യസ്ത രീതിയിലാണ് അത് മനുഷ്യൻ ഉൾക്കൊള്ളുന്നത്, അത് സ്വീകരിക്കുന്നത്. ചിലവർ ഹൃദയകാഠിന്യം കൊണ്ട് ആ വചനം അവർ കൊള്ളുന്നില്ല. ഇവിടെ വന്നിട്ട് അത് റീബൗണ്ട് ചെയ്ത് പോവുകയാണ്. അതേസമയത്ത് ചിലവർ വളരെ ദാഹത്തോടുകൂടി ഈ വചനം ഉൾക്കൊള്ളും. അങ്ങനെ ഉൾക്കൊള്ളുന്നവരാണ് നല്ല നിലത്ത് വീണ വിത്തുകൾ. അവിടെ അത് 100 മേനി 60 മേനി 30 മേനിയും പുറപ്പെടുവിക്കും. വായിച്ചേ സിസ്റ്റർ ബാക്കി. അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. It did not profit them at all. ഒരു മണ്ടൻ വന്ന് കുറെയൊക്കെ സംസാരിച്ചു, ഒരു പ്രാക്ടിക്കൽ അല്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇവനെന്തോ വട്ടാണ് എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് പോകുന്ന വ്യക്തികളുണ്ട്. അതെന്താണ്? It did not profit them. അവർക്ക് അതിൽ നിന്നൊന്നും കിട്ടിയില്ല. പല പ്രാവശ്യം വചനം കേട്ടിട്ട് പല വ്യക്തികളും പോവും, എനിക്കിന്നൊന്നും കിട്ടിയില്ല. കാരണം എന്താ? ഇറ്റ് ഡിഡ് നോട്ട് പ്രോഫിറ്റ് ദം. അത് പ്രോഫിറ്റ് ചെയ്യാത്തതിന്റെ കാരണം എന്താ? കാരണം അവരത് വിശ്വസിച്ചില്ല. എന്നാൽ വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. എങ്ങനെയാണ് വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വഴി? എങ്ങനെയാണ് നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്ത വിശ്രമത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴി? എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കണം. You must believe the word of God. Believe
the word of God. അങ്ങനെയാവുമ്പോൾ നമുക്ക് ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു അവകാശം ദൈവം തരും. ആരെയാണ് വിശ്വസിക്കുന്നത്? യേശു ക്രിസ്തുവിനെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 12-ാമത്തെ വചനം പറയുന്നത്, For as many as believed in him, for as many as received him, God gave them a right to become a son of God, to become a daughter of God. ഒരു അവകാശമാണ് പ്രിയപ്പെട്ടവരെ. ഒന്ന് വായിച്ചിട്ടേ. ഇതൊക്കെ നമ്മൾ കേൾക്കണം പ്രിയപ്പെട്ടവരെ. പലരും വിചാരിക്കുന്നത് ഈ ലോകത്തിൽ ജീവിച്ച ഒരുമാതിരി ലക്കിടിപ്പ് പോലെയാണ്, ഞാൻ സ്വർഗത്തിൽ പോകുമോ അല്ലെങ്കിൽ ഞാൻ നരകത്തിൽ പോകുമെന്നൊക്കെ ഒരു ഫേറ്റലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള പല വ്യക്തികളുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്വർഗവും നരകവും ഫേറ്റലിസ്റ്റിക് അല്ല. സ്വർഗവും നരകവും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നത്, നിന്റെ മുമ്പിൽ ഞാൻ അനുഗ്രഹവും ശാപവും, നിന്റെ മുമ്പിൽ ഞാൻ ജീവനും മരണവും വെച്ചിരിക്കുകയാണ്, നീ ജീവൻ തിരഞ്ഞെടുക്കണേ എന്ന് പറയുകയാണ്. ഇറ്റ് ഇസ് എ ചോയ്സ് ദാറ്റ് യു ആർ മേക്കിംഗ്. നീ തന്നെയാണ് ഒരു തിരഞ്ഞെടുപ്പ്. നീ നരകത്തിലാണോ പോകേണ്ടത്, നീ സ്വർഗത്തിലാണോ നിന്റെ നിത്യത ചെലവഴിക്കേണ്ടത് എന്നുള്ളത് ഒരു ചാൻസ് അല്ല, ഒരു ലക്കിടിപ്പല്ല. നിനക്കൊരു തീരുമാനമെടുക്കാം. ഇന്ന് ഞാൻ യേശു ക്രിസ്തുവിനെ അനുഗമിക്കും, ഇന്ന് ഞാൻ യേശു ക്രിസ്തുവിന്റെ കർത്തത്തിന്റെ കീഴിൽ ഞാൻ വരാൻ ഒരു തീരുമാനം എടുക്കുമെന്നുള്ള ആ ഒരു ചെയ്യുവാനുള്ള ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. We must exercise our free will. Free will is the only thing. നമ്മളുടെ സ്വാതന്ത്ര്യ മനസ്സാണ്, അതിൻ്റെ മുകളിൽ ദൈവത്തിന് ആധിപത്യമില്ല. There is no dominion of God over your free will. ഇന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ആ ട്രെയിനിൽ മദ്രാസിലോട്ട് വന്ന് മദ്രാസ് മെയിലിന് മുമ്പ് ചാടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാടും, നിങ്ങൾ മരിക്കുകയും ചെയ്യും. ഒരു വ്യക്തിക്ക് നിങ്ങളെ തടയാൻ പറ്റുകയില്ല. Free will. God respects your free will. So you have to make a choice for God. You have to make a choice. Pakistan. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ അവകാശം നൽകി. അവൻ അവകാശം തന്നിട്ടുണ്ട്. God he keeps his covenant. അവനൊരു അവകാശം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ അവകാശം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. Hallelujah. Just like you can claim an inheritance from your father. അല്ലേ? അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, you can claim the inheritance by becoming a son or a daughter of God. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. ഒരു സഭയിലല്ല വിശ്വസിക്കേണ്ടത്. സഭയുടെ നിയമങ്ങളോ ആചാരമോ അനുഷ്ഠാനോ പാരമ്പര്യത്തിലൊന്നുമല്ല. അതിനൊന്നും നമ്മളെ രക്ഷിക്കാൻ പറ്റുകയില്ല. രക്ഷിക്കാൻ പറ്റുന്ന ഒരുവൻ്റെ പേരാണ് രക്ഷകൻ. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. കാരണം മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 21-ാമത്തെ വചനം പറയുന്നതാണ്, അവന് നിങ്ങളൊരു പേര് കൊടുക്കണം, അവൻ്റെ പേര് യേശു എന്നാണ്. യേശു എന്ന് പറയുന്നത് രക്ഷകൻ. He will save many from their sins. He is a savior. Hallelujah. 1 പത്രോസ് 5-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം ഒന്ന് വായിക്കാം. അങ്ങനെ നമ്മൾ ആ കൃപയുടെ കീഴിൽ വരുമ്പോൾ തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. ഇംഗ്ലീഷ് ഒരു വാക്കും കൂടെ ഉണ്ട്. It says, but may the God of all grace who called us to his eternal glory by Christ Jesus after you have suffered a while perfect, establish, strengthen and settle you. നമ്മൾ പിള്ളേരെയൊക്കെ സെറ്റിൽ ചെയ്യല്ലേ? ഹലോ, ഒരു മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവർ ഒരു പിള്ളേരൊക്കെ വലുതായി കഴിഞ്ഞ് അവരുടെ ഒരു കല്യാണം കഴിയണം, അവർക്ക് എല്ലാം ചെയ്ത് അവർക്കൊരു വീടൊക്കെ പണിത് അവരെ സെറ്റിൽ ചെയ്യണം. അല്ലേ പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശു ക്രിസ്തു വിശ്വസിക്കുകയാണെങ്കിൽ ആ യേശു ക്രിസ്തു എന്താ നമുക്ക് ചെയ്യുക? ഹി വിൽ പെർഫെക്റ്റ് യു, ഹി വിൽ എസ്റ്റാബ്ലിഷ് യു, ഹി വിൽ സ്ട്രെങ്തൻ യു ആൻഡ് ഹി വിൽ സെറ്റിൽ യു. അവിടെ പിന്നെ നമ്മൾ ഹൃദയം കലങ്ങുകയെന്ന ആവശ്യമില്ല. അവിടെ ഹി വിൽ ബി പെർഫെക്റ്റ് പീസ്. കാരണം അവൻ എന്താണ്? ഹി ഈസ് ദ പ്രിൻസ് ഓഫ് പീസ്. അല്ലേ? സമാധാനത്തിൻ്റെ രാജാവാണ് അവൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ, പിന്നെ ഞാൻ നേരത്തെ ഇവിടെ പങ്കുവെച്ചാണ് എങ്കിലും നിങ്ങൾ കേൾക്കേണ്ടതാണ്, ഒരിക്കൽ കൂടെ കേട്ടിട്ടില്ലാത്തവർ പിന്നെയും കേൾക്കേണ്ടതാണ്. ഇത് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഇതിനകത്ത് ദൈവത്തിൻ്റെ എന്താണ്? ദൈവത്തിൻ്റെ പ്രോമിസസ് അല്ല ഉള്ളത്. ഇതിനകത്ത് ദൈവത്തിൻ്റെ പ്രോമിസസ് അല്ല ഉള്ളത്. ഇതിനകത്തുള്ളത് ദൈവത്തിൻ്റെ ഫിനിഷ്ഡ് വർക്കാണുള്ളത്. ആർ യു വിത്ത് മീ? ഇതിനകത്തുള്ളത് ദൈവത്തിൻ്റെ പ്രോമിസസ് അല്ല. ഇറ്റ് ഈസ് എ ഫിനിഷ്ഡ് വർക്ക്.
കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, അവൻ്റെ അടിപ്പിണരൊരാൾ എനിക്ക് നിങ്ങൾക്കും സൗഖ്യം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാ. സൗഖ്യം തരുമെന്നല്ല പറഞ്ഞിരിക്കുന്നത് എന്താണ്? കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. സോ ഇറ്റ് ഈസ് എ ഫിനിഷ്ഡ് വർക്ക് അറ്റ് ദ ക്രോസ് അറ്റ് കാൽവറി. Are you with me? Everything that is done here is the finished work. അവൻ നമ്മളെ രക്ഷിക്കുമെന്ന് പറയുന്നത് is not something which happens എന്നാ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഭൂതകാലോ ഭാവി കാലത്ത് സംഭവിക്കേണ്ട ഒരു കാര്യമല്ല. ഇറ്റ് ഇസ് സംതിങ് which has happened past. ഭൂതകാലത്തിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നത്. എവറിഥിങ് ഈസ് ഫിനിഷ്ഡ്. Are you with me? അവൻ നമുക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി, നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ കുരിശേല് കൈകൾ വിടർത്തി അവൻ പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ദിസ് ഈസ് എ ഫിനിഷ്ഡ് വർക്ക്. ഇതിനകത്ത് നമുക്കൊന്നും കൂട്ടാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ദൈവത്തിന് പറഞ്ഞത്, ഇതിനകത്ത് വല്ലതും കൂട്ടിയാൽ നിന്റെ നിത്യ ജീവനിൽ നിന്ന് നിനക്ക് നഷ്ടപ്പെടും. No one can add anything to this. This is the finished work of Jesus. This is the, എന്നാ പറയുന്നത്, നിന്റെ അവകാശ പത്രമാണിത്. The property has already been transferred to you. This is a document of title. അതുകൊണ്ടാണ് ഹെബ്രായർക്ക് ലേഖനം 11-ാമത്തെ വചനം പറയുന്നത്, വിശ്വാസം എന്നത് എന്താണ്? പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യം. Hallelujah. This is the title deed of your inheritance. Are you with me? പലവരും വിചാരിക്കുന്നത് ഈ ദൈവം പ്രോമിസ് ചെയ്തിരിക്കുകയാണ്. മനുഷ്യൻ പ്രോമിസ് ചെയ്യും, മനുഷ്യൻ അതും ഇതുമൊക്കെ ഞാൻ ചെയ്യാം എന്നൊക്കെ പറയും. ചിലപ്പോൾ അവൻ കള്ളം പറയും, അല്ലേ? പ്രോമിസ്, ഹി വിൽ ബ്രേക്ക് ഹിസ് പ്രോമിസ്, അല്ലേ? ഇത് പ്രോമിസ് അല്ല. ദിസ് ഇസ് ദ ഫിനിഷ്ഡ് വർക്ക്. Are you with me? This is the finished work at the cross at Calvary. Everything has been already achieved. There is nothing further to be achieved. Are you with me, my dear brother, my dear sister? Can you say hallelujah? Because a lot of people are still depending upon the Lord to work. ദൈവം ഇനിയും പ്രവർത്തിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നത് he rested എന്നാ പറയുന്നത്. He finished his work and he rested. He is resting. നമ്മൾ അത് മനസ്സിലാക്കി അത് ഏറ്റെടുക്കണം. ദൈവം തന്നിരിക്കുന്ന വാഗ്ദാനങ്ങൾ, that is the covenant. It is already established. ദൈവം പറയുന്നുണ്ടല്ലോ ലൂക്കായുടെ സുവിശേഷമൊക്കെ ആ അവസാനത്തെ അത്താഴത്തിനിടെ പറയുന്നത്, this is the blood of the new covenant which is established in my blood. ഇതൊക്കെ കവണന്റാ പ്രിയപ്പെട്ടു. It's already established. It's already written. All that we have to do is ഇതൊന്ന് മനസ്സിലാക്കണം. കണ്ണുകളൊക്കെ തുറന്ന്, ഹൃദയങ്ങളൊക്കെ തുറന്ന്, ഒരു ശിശുവിനെ പോലെ ഇതൊന്ന് വായിച്ച്, ദൈവത്തിന് എന്തൊക്കെയാണ് എനിക്ക് വെച്ചിരിക്കുന്ന ആ വിൽപത്രം ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. വിൽപത്രം എപ്പോഴാണ് അത് പൂർണ്ണതയിലേക്ക് വരുന്നത്? മരണം കഴിഞ്ഞ ഉടനെ, അല്ലേ? ഹലോ, മരണം കഴിഞ്ഞ് 2000-3000 വർഷം കഴിഞ്ഞിട്ടാണോ വിൽപത്രം അത് ഇഫക്റ്റ് ആകുന്നത്? It is at the point of his death that this covenant got established. Are you with me? Your salvation, നിങ്ങളുടെ എൻ്റെ രക്ഷ, ജീവനും എല്ലാം അത് സ്ഥിരീകരിച്ചത് അവൻ ആ കുരിശിൽ മരിച്ച്. It is finished. The work is over. Hallelujah. My dear brother, my dear sister, ഇതൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്തുമാത്രം സന്തോഷമുണ്ടാകും. എൻ്റെ ദൈവം എനിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. Oh, my God shall supply all my need according to his riches in glory by Christ Jesus. അത് ഇവിടെ ഉണ്ട്. He shall supply. He may supply എന്നല്ല പറയുന്നത്. He shall supply. It is a promise. It is already an undertaking that is already given by God. നമ്മളത് മനസ്സിലാക്കി അതങ്ങോട്ട് സ്വീകരിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. അതുപോലെ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഓരോ മേഖലയിലുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ സൗഖ്യം, നിങ്ങൾക്ക് ഒരു ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ സൗഖ്യം 2000 വർഷം മുമ്പ് ആ സൗഖ്യം കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2000 വർഷം മുമ്പ് നിങ്ങളുടെ പേരിൽ ചെക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. ആ ചെക്ക് ഒന്നെടുത്ത് ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ്. സ്വർഗത്തിൽ വലിയൊരു ഗോഡൗൺ ഉണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങൾ പോയി ഇങ്ങനെ വെയർ ഹൗസിൽ നിന്ന് ഓരോന്ന് എടുത്താൽ മതി. അത് എടുക്കാൻ ഉള്ള ആ ഒരു ഇത് എന്നാ പറയുന്നത്, there must be the desire to go. പിന്നെ അവിടെ പോകാനുള്ള വഴി അറിയണം കേട്ടോ. ഹല്ലേലൂയ. ഗോഡൗണിലേക്ക് പോകേണ്ട വഴി അറിയണം. ആ വഴിയാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. That is, he is the way, the truth and the life. Hallelujah. 1 പത്രോസ് 2-ാമത്തെ നേരത്തെ നമ്മൾ ഞാൻ പറഞ്ഞതാണ്. അവിടെ പറയുന്നത് അടിപ്പിനാൽ നമുക്ക് സൗഖ്യം. You were healed.
തിങ്സ് ഇൻ ദ പാസ്റ്റ്. നമ്മൾ നോക്കുകയാണെങ്കിൽ എബ്രഹാമിന് ദൈവം വാഗ്ദാനം ചെയ്തു അല്ലേ, കാനാൻ ദേശം. എന്താണ് പറയുന്നത്? കാനാൻ ദേശം ദൈവം പറയുന്നത് ഐ ഹാവ് ഗിവൺ ഇറ്റ് എന്നാണ് പറഞ്ഞേ. ഐ ഷാൽ ഗിവ് എന്നല്ല പറഞ്ഞത്. എബ്രഹാമിനോട് കൊടുത്ത് ഐ ഹാവ് ഓൾറെഡി ഗിവൺ ഇറ്റ്, ഞാൻ നിന്റെ പേരിൽ എഴുതി കഴിഞ്ഞു. പക്ഷെ അത് യാഥാർത്ഥ്യമാകുന്നത് ജോഷുവ ചെന്ന് അത് എടുക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ജോഷുവയ്ക്കും കാലേബിനും ദൈവത്തിൻ്റെ വചനം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് അവിടെ മല്ലന്മാരുണ്ട്, രാക്ഷസന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്, എങ്കിലും വി വിൽ ഗോ ആൻഡ് കോൺകർ ദ ലാൻഡ്. അത് നമുക്ക് ദൈവം തന്നു കഴിഞ്ഞതാണെന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഗോഡ്സ് വേർഡ് ഇസ് ഓൾവേസ് ഡൺ. ദർ ഇസ് നോ ടൈം ഫോർ ഗോഡ്. ദൈവത്തിന് സമയമില്ല. ദൈവം പറയുന്നതൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച ജോഷുവയും കാലേബിനെ പോലെ നമുക്ക് ഒരു ആത്മധൈര്യം വേണം. ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിറവേറും എന്നുള്ള ആരൊക്കെ വിശ്വസിക്കാൻ തയ്യാറാണ്? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദെൻ യു വിൽ ഗെറ്റ് ദ ബ്ലെസ്സിംഗ്. കേട്ടോ, ദൈവത്തിൻ്റെ വചനം മാറാത്തതാണ്. അത് മുഖം നോക്കിയൊന്നുമല്ല ദൈവം പറയുന്നത്. ദൈവം പറഞ്ഞു, 2 കുരുടന്മാരോട് ദൈവം പറഞ്ഞു, നിന്റെ വിശ്വാസം അനുസരിച്ച് നിനക്ക് സംഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കുരുടനാകേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഒന്നും ആവേണ്ട ആവശ്യമില്ല. പക്ഷേ എവ്രി വൺ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ദാറ്റ് വേർഡ് വിച്ച് സേസ് ലെറ്റ് ഇറ്റ് ഹാപ്പൻ ടു യു അക്കോർഡിംഗ് ടു യുവർ ബിലീഫ്. നീ വിശ്വസിച്ചാൽ അത് നിനക്ക് സംഭവിക്കും, നീ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അത് നിനക്ക് സംഭവിക്കില്ല. ഷുവർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വിശ്വസിക്കണം. വി മസ്റ്റ് ബി മെൻ ഓഫ് ഫെയ്ത്ത്. അങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ച് ആ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലും വചനത്തിലും വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ജനമായിരിക്കണം. ഹല്ലേലൂയ. അപ്പോഴാണ് നമുക്ക് നമ്മുടെ വിശ്വാസം എക്സസൈസ് ചെയ്യാൻ പറ്റുന്നത്. വിശ്വാസം ഇസ് ആക്ഷൻ. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്ന് പറയുന്നത് മനസ്സിൽ അല്ലെങ്കിൽ പുസ്തകത്തിൽ എഴുതിയതുള്ള അല്ല. വിശ്വാസം എന്ന് പറയുന്നത് ഇസ് ആക്ഷൻ, ഇറ്റ് ഇസ് എ ലൈഫ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം റോമർക്കുള്ള 1-ാം 17 പറയുന്നത് ദ ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കുന്നു. ജീവൻ ആക്ഷൻ ആണെങ്കിൽ ആ വിശ്വാസമാണ്, വിശ്വാസവും ആക്ഷനാണ്. ബിക്കോസ് ഐ ലിവ് ബൈ ഫെയ്ത്ത്. ആരിലുള്ള വിശ്വാസം? പാസ്റ്ററുള്ള വിശ്വാസമാണോ? ഹലോ, സഭയിലെ വിശ്വാസമാണോ? പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാം, പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞില്ല അതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാം. ഇന്ന് പലവരും പാസ്റ്റേഴ്സിനെല്ലാം ഗുഡ് റെസ്പെക്ട് യു മൈ ഡിയർ പാസ്റ്റർ, പക്ഷേ പലവരും പാസ്റ്റർ പറയുന്നതാണ് വിശ്വസിക്കുന്നത്. പാസ്റ്റർ അങ്ങനെ പറഞ്ഞു, ഓ ഞാൻ ഇങ്ങനെ വിശ്വസിക്കും. പാസ്റ്റർ അങ്ങനെ പറയുന്നു, അങ്ങനെ. പാസ്റ്റർ ഇങ്ങനെ പറയുന്നു. പ്രിയപ്പെട്ടവരെ, പാസ്റ്റർ അല്ല നിങ്ങൾക്ക് ജീവൻ തരുന്നത്. പാസ്റ്റർ അല്ല നിങ്ങൾക്ക് അനുഗ്രഹം തരുന്നത്. അനുഗ്രഹം തരുന്നത്, ജീവൻ തരുന്ന ഒരു വ്യക്തിയുണ്ട്. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. Sometimes people depend too much on pastors. With due respect to all the pastors, you must rely upon Jesus Christ. Yeshu Christu, Yeshu Mishiha, Yeshu Mishiha, Yeshu Mishiha. ഹല്ലേലൂയ. എങ്ങനെ പറഞ്ഞാലും അതൊന്നാണ്, യേശു മിശിഹ. പല ഭാഷയിൽ പലതരത്തിലാണ് പറയുന്നത്. ഹല്ലേലൂയ. ബട്ട് ഹി ഈസ് വൺ ആൻഡ് ദ സെയിം. ദൈവത്തിന് ഹെബ്രായർക്കുള്ള എന്ന് പറയുന്നുണ്ട്, ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോറെവർ. ഇൻ വിച്ചെവർ ലാംഗ്വേജ് യു സേ ഇറ്റ് ഇസ് ദ സെയിം. വിച്ചെവർ ഡയലക്ട്, വിച്ചെവർ ആക്സെന്റ് യു സേ, it's all the same. Hallelujah. We are so lucky, brothers, that we have Jesus Christ as our Lord and Master. There are so many people who are searching for the truth. ഇന്ത്യയിലേക്ക് പല വ്യക്തികളും വരുന്നതാണ് സത്യം അറിയുവാൻ. ഹല്ലേലൂയ. സത്യം അവരുടെ വീട്ടിൽ തന്നെ ഉണ്ട്, അവരുടെ നാട്ടിൽ തന്നെ സത്യമുണ്ട്. കാരണം യേശു ക്രിസ്തു പറയുന്നുണ്ട്, ഹൂ ഇസ് ട്രൂത്ത്? യേശുവാണ് സത്യം. ആ സത്യമേ അന്വേഷിച്ച് ഇന്ത്യയിലോട്ട് വരേണ്ട ആവശ്യമില്ല. സത്യം എല്ലായിടത്തും. സത്യം ഒരു വ്യക്തിയാണ്, അല്ലേ? ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേരെന്താണ്? യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. വി വർഷിപ്പ് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ക്രിസ്ത്യ ജീവിതം എങ്ങനത്തെ ജീവിതമായിരിക്കണം എന്ന്. എബ്രായർക്കുള്ള ലേഖനത്തിൽ 11-ാം 5-ാമത്തെ വചനത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം. അത് നമ്മൾ എങ്ങനെയാണ്? എബ്രായർക്കുള്ള ലേഖനം 11-ാമത്തെ 6-ാമത്തെ വചനം പറയുന്നുണ്ട്, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക അസാധ്യമാണ്. ദാറ്റ് ഇസ് വിതൗട്ട് ഫെയ്ത്ത് യു കനോട്ട് പ്ലീസ് ഗോഡ്. അത് വളരെ സത്യം, ക്ലിയർ ആയിട്ട് പറയണം. വിതൗട്ട് ഫെയ്ത്ത് യു കനോട്ട് പ്ലീസ് ഗോഡ്. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക അസാധ്യമാണ്. അതിൻ്റെ മുൻപിലുള്ള വചനം പറയുന്നുണ്ട് ഒരു വ്യക്തിയെക്കുറിച്ച്, ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരു വ്യക്തി. ആ വ്യക്തിയെക്കുറിച്ച് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഹീബ്രൂസ് 11:5. അവൻ മരിച്ചെങ്കിലും തൻ്റെ വിശ്വാസത്തിലൂടെ ഇന്നും സംസാരിക്കുന്നു. വിശ്വാസം മൂലം ഹേനോക്ക് മരണം കാണാതെ സംവഹിക്കപ്പെട്ടു. ദൈവം അവനെ സംവഹിച്ചതുകൊണ്ട് പിന്നീട് അവൻ കാണപ്പെട്ടതുമില്ല. അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുമ്പ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു. ദൈവത്തെ അവൻ എന്ത് ചെയ്തു? പ്രസാദിപ്പിച്ചു. സോ ഈനോക്ക് pleased God.